ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് എൻ്റെ ഹെയർ ട്രാൻസിഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുപ്പം മുതൽ എൻ്റെ ഹെയർ കേളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്ട്രെയിറ്റ് ആക്കണമെന്ന്. അങ്ങനെ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ചെയ്തൊരു പരിപാടിയാണ് ഇങ്ങനെ സ്ട്രെയിറ്റനിങ് എന്ന് പറയുന്നത്. എൻ്റെ മുടി ഞാനല്ലേ വെട്ടിക്കളയുമെന്ന് എൻ്റെ വീട്ടുകാർ പേടിച്ചിട്ട് ചെയ്യാൻ വേണ്ടി അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഹെയർ സ്ട്രെയിറ്റ് ആക്കി പോരുമായിരുന്നു മകരവിളത്തേക്ക്. അങ്ങനെ കുറേ നാൾ ഒരു ഡിസംബർ വരെ ഭയങ്കര അടിപൊളിയായിട്ട്, ഒക്ടോബർ ഞാൻ ചെയ്തതാണ്, ഡിസംബർ വരെ നല്ല അടിപൊളിയായിട്ട് കിടന്നു. പിന്നെ ഡിസംബർ അതായി കഴിഞ്ഞപ്പോഴത്തേനും ദാണ്ട് എൻ്റെ ബേബി ഹെയർസ് പിന്നെയും ചുരുണ്ടി വരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പം പകുതി ചുരുളിമ പകുതി നേരെ എന്തോ ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് റീടച്ചപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നത്. സോ ഞാൻ അതിനെ ടച്ചപ്പ് ചെയ്ത് പിന്നെയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കി. അപ്പം രണ്ടാമത് ഞാൻ ഇപ്പോൾ റീടച്ചപ്പ് ചെയ്തപ്പോഴാണ് അവിടെ എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. കാരണം രണ്ടാമത് ചെയ്തപ്പോൾ ഫസ്റ്റ് ചെയ്ത് അത്രയും ഒത്തില്ല. എൻ്റെ ബേബി ഹെയർസ് പോലും മര്യാദയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടില്ലായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തിരിയും. എൻ്റെ ബേബി ഹെയർസ് മര്യാദയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ടില്ലായിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഓക്കെ, ഇനിയിപ്പം ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, മുടി കട്ട് ചെയ്യുള്ളൂ. അതിന് മുന്നേ എൻ്റെ കുഞ്ഞൊരാഗ്രഹമായിരുന്നു മുടി കളർ ചെയ്യണം എന്നുള്ളത്. എന്നാൽ അതുകൂടി അങ്ങ് ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ അങ്ങ് മുടി കളർ ചെയ്തു. റെഡ് കളർ തന്നെ അങ്ങ് ആയിക്കോട്ടെ. അങ്ങനെ റെഡ് കളർ പഠിച്ച് ഞാനിങ്ങനെ നടന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും കോളേജിലൊരു പ്രോഗ്രാം വന്നു. കോളേജിൽ പ്രോഗ്രാം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും എന്നോട് പറഞ്ഞു, ഓക്കെ എന്നാൽ പിന്നെ നീ ഒന്ന് ജസ്റ്റ് അടി മാത്രം ഒന്ന് കേളി ചെയ്ത് സ്റ്റൈൽ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റൈൽ ചെയ്ത ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം ഇങ്ങനെ മുടി സ്റ്റൈൽ ചെയ്തിട്ടപ്പം നല്ല ഭംഗിയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മുടിയെ ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഹാപ്പിയായി. സോ പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു, ഇത്രയും നാളും എൻ്റെ ഇഷ്ടത്തിന് വളർന്ന മുടിയല്ലേ, ഇനിയിപ്പം മുടീൻ്റെ ഇഷ്ടത്തിന് മുടി അങ്ങ് വളർന്നോട്ടെ. എൻ്റെ മുടിക്ക് ഇഷ്ടം കേളി ഹെയർ, അതുകൊണ്ട് തന്നെ മനസ്സോടെ ബാക്കി മുഴുവൻ സ്ട്രെയിറ്റ് ഹെയറും ഞാനങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ മുടീനെ ഭയങ്കര ഷോർട്ടാക്കി. കുറേ പേര് എന്തിനാണ് നീ മുടി കട്ട് ചെയ്തതെന്ന് ചോദിച്ച് നടക്കുമ്പോഴും ഒന്നുമില്ല രസമല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിഞ്ഞു മാറുമായിരുന്നു. എനിക്കല്ലേ എൻ്റെ മുടീൻ്റെ അവസ്ഥ അറിയുള്ളൂ. മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ കേളി ഹെയർ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കേളി ഹെയർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് തീരുമാനിച്ചു. പിന്നെ എനിക്ക് ഓരോ തവണയും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം കേട്ടോ, നമ്മൾ മുടിയിൽ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം മെയിൻലി ഹെയർ കട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റനിങ്ങോ എന്തെങ്കിലും എല്ലാം ചെയ്ത് കഴിയുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഫേസ് കട്ടിനായാലും ഭയങ്കര ചേഞ്ച് ആവുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേഞ്ച് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഒരേ ഫേസ് കണ്ടിട്ട് കാര്യമില്ല, കുഞ്ഞൊരു ചേഞ്ചൊക്കെ വേണ്ടേ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ എൻ്റെ കറൻറ്റ് ഹെയറിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു സൈഡിൽ നേരെയും ഒരു സൈഡിൽ ചുരുണ്ടും ഒക്കെയാണ് എൻ്റെ മുടി ഇരിക്കുന്നത്. ഓരോ സമയത്തും ഓരോ സ്റ്റൈലാണ് എൻ്റെ മുടിക്ക്. ചില സമയത്ത് നല്ല രീതിയിലിരിക്കും, ചില സമയത്ത് എന്തോ പോലെ ആയിരിക്കും. വാട്ട് എവർ, ഐ ലവ് മൈ ഹെയർ നൗ.